ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാച്ച് ടൂളാണ്. അപ്പോൾ അതെങ്ങനെ വർക്കാവും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പാച്ച് ടൂൾ എടുത്ത ശേഷം സാധാ രീതിയിലുള്ള സെലക്ഷൻ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഉള്ള വീഡിയോകളിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാ സെലക്ഷൻ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതാണ് ഭാഗം നമ്മൾ ഈ പാച്ച് ടൂളിൻ്റെ ഉപയോഗം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. ഇത് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് പാച്ച് ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാ പാച്ച് ടൂളിൽ നോർമലാണ് ഇവിടെ കിടക്കുന്നത്. നോർമൽ എടുത്ത ശേഷം ഞാൻ ഇതിനെ സെലക്ഷൻ ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗം എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ ബാക്ക് അടിച്ച ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗത്തേക്ക് ഡെസ്റ്റിനേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ നേരം എന്ത് ചെയ്യും, അതിൻ്റെ കോപ്പി ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ അടുത്തത് ബാക്ക് അടിച്ച ശേഷം യൂസ് പാറ്റേൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഇവിടെ കിടക്കുന്ന പാറ്റേൺ എന്താണോ അത് വരും. അപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൺട്രോൾ Z കൊടുക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് അവെയർ ആണ്. കണ്ടൻറ് അവെയർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാറ്റി കൊടുക്കാൻ നേരം ആ ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ മാച്ച് ചെയ്യുന്ന ഭാഗം തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് രണ്ട് ഓപ്ഷനും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, സ്ട്രക്ചറും കളറും. അപ്പോൾ കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ സ്ട്രക്ചർ കൂട്ടി കൊടുക്കുക, സ്ട്രക്ചറും കളറും കൂട്ടി കൊടുക്കുക. അത് ഡിപ്പെൻസ് എന്ന് വേണേൽ പറയാം. ചില സ്കൈയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമേജുകളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും. എന്നാൽ ചില ഇമേജുകൾ വരുവാണെങ്കിൽ സ്ട്രക്ചർ കൂട്ടിയിടുന്ന സ്ട്രക്ചറും കളറും ഒക്കെ നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇട്ടുണ്ട് പ്രത്യേകത. ഓക്കെ, താങ്ക് യു.